എല്ലാവരും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ പിന്നാലെയാണ്. പലരും അത് വാങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഇന്ന് നമ്മൾ 5 ക്രെഡിറ്റ് കാർഡുകളും അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അത് എടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. 5 ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡാണ് IDFC മില്ലേനിയ ക്രെഡിറ്റ് കാർഡ്. ഇതൊരു മികച്ച എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ ആണ്. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു കാർഡിന്റെ സ്പെഷ്യാലിറ്റി ആയി നമുക്ക് ആദ്യം എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് ജനറേറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 5000 രൂപയ്ക്കോ അല്ലെങ്കിൽ അതിനധികം രൂപയ്ക്കോ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 500 രൂപ മൂല്യമുള്ള വെൽക്കം വൗച്ചർ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ചിലവുകളിൽ 10x വരെ റിവാർഡ് പോയിന്റുകൾ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ 2% വരെ വാല്യൂ ബാക്കും നിങ്ങൾക്ക് ലഭിക്കുന്നു. പിന്നെ ഈ ഒരു കാർഡിന്റെ പ്രത്യേക സവിശേഷത നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ ഒരു കാർഡിലൂടെ ലഭിക്കുന്ന റിവാർഡ് പോയിന്റ്സ് ഒരിക്കലും എക്സ്പയർ ആകുന്നില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാവുന്നതാണ്. നോർമലി നമ്മൾ ഇത്തരത്തിലൊരു കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിവാർഡ് പോയിന്റ്സ് ലഭിക്കുമ്പോൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോകുന്നു, നമുക്ക് യൂസ്ലെസ് ആയി പോകുന്നു. പക്ഷേ ഈ ഒരു കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിന്റ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് എക്സ്പയറി ആകുന്നില്ല. നമ്മൾ എല്ലാവരും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലോഞ്ച് ആക്സസ് ആണ്. ഓരോ ക്വാർട്ടറിലും 4 കോംപ്ലിമെന്ററി റെയിൽവേ ലോഞ്ച് ആക്സസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. മൂവി ടിക്കറ്റുകളിൽ 25% വരെ ഡിസ്കൗണ്ട് നമുക്ക് നേടാൻ സാധിക്കും. അതായത് 100 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. മാസത്തിൽ ഒരിക്കലാണ് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് നേടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 1% ഫ്യൂവൽ സർചാർജ് വേവറും നമുക്ക് നേടാൻ സാധിക്കും. നമുക്കിനി ഈ ഒരു കാർഡ് ലഭിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഒരു സാലറീഡ് എംപ്ലോയോ അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയിഡ് വ്യക്തിയോ ആയിരിക്കണം. നിങ്ങളുടെ വരുമാനം മാസത്തിൽ 25,000 അല്ലെങ്കിൽ വർഷത്തിൽ 3 ലക്ഷമോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ ഒരു കാർഡ് ലഭിക്കാനുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വ്യക്തികൾക്ക് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെങ്കിൽ 25 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് പ്രായപരിധി വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡായ കിവി ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നോക്കാം. ക്യാഷ് ബാക്കിനുള്ള മികച്ച റൂബേ ക്രെഡിറ്റ് കാർഡാണിത്. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾ UPI യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് നേടാൻ സാധിക്കും. അതായത് നിയോൺ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് നിശ്ചിത മൈൽസ്റ്റോണുകൾ പിന്നിടുമ്പോൾ 5% വരെ ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. ഏറ്റവും റിവാർഡിംഗ് ആയ UPI ക്രെഡിറ്റ് കാർഡ് ആണിത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിലൂടെയും നമുക്ക് ലോഞ്ച് ആക്സസ് ലഭിക്കും. വർഷത്തിൽ 3 എയർപോർട്ട് ലോഞ്ച് ആക്സസ് മൈൽസ്റ്റോൺ അടിസ്ഥാനത്തിലാണ് ഇത് ലഭിക്കുന്നത്. 999 രൂപ പ്ലസ് GST മൂല്യമുള്ള നിയോൺ സബ്സ്ക്രിപ്ഷനും ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ നിയോൺ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് ബാക്ക് നേടാനും സാധിക്കും. അതുമാത്രമല്ല ഇതിലൂടെ നമുക്ക് ഫ്രീ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസും നേടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ 2 ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. 25 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ 720 മുകളിലാണെങ്കിൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് സാലറീഡ് പേഴ്സൺസിന് മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നേടാൻ സാധിക്കുകയുള്ളൂ. വർഷത്തിൽ 3 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് സാലറി ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് നേടാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ 2 ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്രെഡിറ്റ് കാർഡായ ആക്സിസ് മൈസോൺ റൂപേ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. ഇതൊരു മികച്ച എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് ആണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ലിമിറ്റഡ് ടൈം ഓഫർ ഉണ്ട്. 2026 ഫെബ്രുവരി 28 വരെ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. ഇനി നമുക്ക് ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വർഷത്തിൽ 10,000 വരെ സേവിങ്സ് നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ വർഷത്തിൽ 4 കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസ് ലഭിക്കുന്നു. അതായത് ക്വാർട്ടർലി ഓരോ തവണയും നമുക്ക് ലോഞ്ച് ആക്സസ് ലഭിക്കുന്നു. സൊമാറ്റോയുടെ ഡിസ്ട്രിക്ട് ആപ്പ് വഴി BOGO ഓഫർ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല സ്വിഗ്ഗിയിൽ 2880 രൂപ വരെ നിങ്ങൾക്ക് വാർഷിക സേവിങ്സും നേടാൻ സാധിക്കും.
അതുമാത്രമല്ല ഫ്ലാറ്റ് 120 rupees ഓഫ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും, അതും മാസത്തിൽ 2 തവണ. ഈ ഒരു കാർഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 999 രൂപ വില വരുന്ന സോണി ലൈവ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയി നേടാൻ സാധിക്കും. ആജുവയിൽ നിങ്ങൾ 2999 രൂപ വരെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. പാർട്ട്ണർ റെസ്റ്റോറന്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. 15% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാർഡ് നേടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. 21 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ഒരു കാർഡ് നേടാൻ സാധിക്കും. നിങ്ങളുടെ സിബിൽ സ്കോർ 720 മുകളിലാണെങ്കിൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു സാലറീഡ് എംപ്ലോയോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയോ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നേടാൻ സാധിക്കും. ഈ ഒരു കാർഡ് നേടണമെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ പ്രതിമാസം നിങ്ങൾക്ക് 25,000 രൂപയെങ്കിലും സാലറി ഉണ്ടെങ്കിലേ ഈ ഒരു കാർഡ് നേടാൻ സാധിക്കുകയുള്ളൂ. ഇൻ കേസ് നിങ്ങൾ സെൽഫ് എംപ്ലോയി ആയ ഒരു വ്യക്തിയാണെങ്കിൽ പ്രതിവർഷം 3,60,000 രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു കാർഡ് നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നാലാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡ് ആണ് ഇൻഡസ്ലാൻഡ് ടൈഗർ ക്രെഡിറ്റ് കാർഡ്. ഇതൊരു മികച്ച ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് ആണ്. ഇനി നമുക്ക് ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് ആണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയി പറയാൻ സാധിക്കുന്നത്. ജോയിനിങ് ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ എന്നിവയൊന്നും നൽകേണ്ടതില്ല. വർഷം നിങ്ങൾക്ക് 38,000 രൂപ വരെ സേവ് ചെയ്യാൻ സാധിക്കും. 8 ഡൊമസ്റ്റിക് എയർപോർട്ടുകളിലും 2 ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും ഓരോ വർഷവും നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് നേടാൻ സാധിക്കും. ബുക്ക് മൈ ഷോയിലൂടെ നിങ്ങൾക്ക് 500 രൂപയുടെ വരെ കോംപ്ലിമെന്ററി മൂവി ടിക്കറ്റും നേടാൻ സാധിക്കും. ഈ ഒരു നേട്ടം നമുക്ക് ലഭിക്കുന്നത് 6 മാസത്തിൽ ഒരിക്കലാണ്. അതായത് വർഷത്തിൽ 2 തവണ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് നേടാൻ സാധിക്കും. 4 കോംപ്ലിമെന്ററി ഗോൾഫ് കോഴ്സ് ആക്സസ് ഓരോ വർഷവും നമുക്ക് നേടാൻ സാധിക്കും. ഇന്റർനാഷണൽ സ്പെൻഡിൽ 4x മാർക്കപ്പ് കുറഞ്ഞത് 1.5% വരെ നമുക്ക് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു കാർഡ് നേടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളൊരു സാലറീഡ് എംപ്ലോയോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് പേഴ്സണോ ആയിരിക്കണം. പ്രതിമാസം നിങ്ങൾക്ക് 20,000 രൂപയെങ്കിലും സാലറി ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയിഡ് വ്യക്തിയാണെങ്കിൽ പ്രതിമാസം നിങ്ങൾക്ക് 30,000 രൂപ സാലറി ഉണ്ടായിരിക്കണം. 21 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായപരിധിയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാർഡ് നേടാൻ സാധിക്കും. ഇനി നമുക്ക് 5ാമത്തെ ക്രെഡിറ്റ് കാർഡായ BOB എറ്റേണ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നോക്കാം. മികച്ച പ്രീമിയം അതുപോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണിത്. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ലിമിറ്റഡ് ടൈം ഓഫർ ഉണ്ട്. 2026 മാർച്ച് 31 വരെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് ആണ്. ആദ്യ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 50,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 15,000 ബോണസ് റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. വാർഷിക ചെലവ് 5 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 20,000 ബോണസ് റിവാർഡ് പോയിന്റ്സ് നേടാൻ സാധിക്കും. 15,000 രൂപ മൂല്യമുള്ള ഫിറ്റ് പാസ് പ്രോ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയി നേടാൻ സാധിക്കും. ഡൈനിങ്, ട്രാവൽ, ഓൺലൈൻ ഷോപ്പിംഗ്, ഇന്റർനാഷണൽ സ്പെൻഡ്സ് എന്നിവയിൽ 100 രൂപ ചിലവിന് 15 റിവാർഡ് പോയിന്റ്സും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സ്പെൻഡ് ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ് നേടാൻ സാധിക്കുന്നത്. ഡിസ്ട്രിക്ട് ആപ്പ് വഴി നിങ്ങൾക്ക് ബൈ 1 ഗെറ്റ് 1 ഫ്രീ മൂവി ടിക്കറ്റ് നേടാൻ സാധിക്കും. ഇത് ഓരോ മാസവുമാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. അതായത് വർഷത്തിൽ 12 തവണ ഈ ഒരു ഓഫർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ ലോ 4x മാർക്കപ്പ് 2% ആണ്. ഇനി നമുക്ക് ഈ ഒരു കാർഡ് നേടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. 21 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ഒരു കാർഡ് നേടാൻ സാധിക്കും. സാലറിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു കാർഡ് നേടാൻ സാധിക്കും. കുറഞ്ഞത് വർഷത്തിൽ 12 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിലേ ഈ ഒരു കാർഡ് നേടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 650 മുകളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് 5 ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചത്. ഓരോ ക്രെഡിറ്റ് കാർഡിന്റെയും ആ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് നേടാൻ സാധിക്കുന്നത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് മനസ്സിലാക്കി അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോസും ചെയ്യാം. പിന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബോസ്വാല, ബി ദ ബോസ്.